നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന് പിന്നാലെ അടഞ്ഞ വാതിലുകൾ തുറക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായില്ല. അത് എത്രത്തോളം പ്രതിസന്ധികളെ രൂക്ഷമാക്കി എന്നതാണ് ഇവിടെ കാണാൻ പോകുന്നത്. അതായത്, നാട്ടിൽ നിന്നും കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിലേക്ക് വരാൻ നിരവധി പ്രവാസികൾ തയ്യാറായി നിൽക്കുമ്പോഴാണ് കുവൈറ്റിൽ സ്ഥിതി മോശമാണ് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നത്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് ഗാർഹിക തൊഴിലാളി ക്ഷാമമാണെങ്കിൽ ഇത് മറ്റൊന്നാണ്. കോവിഡ് പ്രതിസന്ധി രൂക്ഷമായ 2020 കുവൈറ്റിലെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെ 4,47,000 പ്രവാസികൾക്ക് ജോലി നഷ്ടമായതായി കണക്കുകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. സ്വകാര്യ മേഖലയിൽ 2,76,000 പേരുടെയും സർക്കാർ മേഖലയിൽ 14,000 പേർക്കുമാണ് ജോലി നഷ്ടമായിരിക്കുന്നത്. ഇതിനു പുറമെ വീട്ടുജോലിക്കാരായ 1,00,000-ലേറെ പേർക്കും ഫാമിലി വിസയിലുള്ള 63,000 പേർക്കും വിസ നഷ്ടമായതായി അൽഖബസ് പത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോയുടെ മൈഗ്രേഷൻ റിപ്പോർട്ട് 2020 കണക്കുകൾ പ്രകാരമാണിത് പുറത്തുവിട്ടിരിക്കുന്നത്. അതിനിടെ 42,234 പ്രവാസികൾ വിസ നിയമങ്ങൾ ലംഘിച്ചതായും റിപ്പോർട്ടിൽ പറയുകയാണ്. ഇവരിൽ കൂടുതൽ താൽക്കാലിക വിസകളിൽ ജോലി ചെയ്തു വരുന്നവരാണ്. 12,000-ഓളം ഗാർഹിക തൊഴിലാളികളും വിസ നിയമലംഘനങ്ങൾക്ക് പിടിക്കപ്പെടുകയുണ്ടായി. കഴിഞ്ഞ വർഷം 30,588 പ്രവാസികൾക്ക് മാത്രമാണ് കുവൈറ്റ് പുതുതായി വിസ അനുവദിച്ചത്. അടുത്ത കാലത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം ശക്തമാക്കിയ നടപടിയും പ്രവാസികളുടെ എണ്ണം ഗണ്യമായി കുറയാൻ കാരണമായതായി വിലയിരുത്തപ്പെടുന്നു. അതേസമയം കോവിഡ് പ്രതിസന്ധിയെ തുടർന്നാണ് ഏറ്റവും കൂടുതൽ പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടമായത്. കോവിഡ് ലോക്ക്ഡൌണിനെ തുടർന്ന് നഷ്ടത്തിലായ പല കമ്പനികളും ജീവനക്കാരെ മുഴുവനായും പിരിച്ചുവിടുകയോ അവരുടെ എണ്ണം കുറയ്ക്കുകയോ ചെയ്യുകയുണ്ടായി. പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കുവൈറ്റ് ഏർപ്പെടുത്തിയ യാത്രാ നിരോധനം കാരണം കൃത്യസമയത്ത് ജോലിക്ക് തിരികെ എത്താൻ കഴിയാത്തത് മൂലവും നിരവധി പേർക്ക് ജോലി നഷ്ടമാവുകയും ചെയ്തു. 6 മാസത്തിൽ കൂടുതൽ കുവൈറ്റിന് പുറത്തു കഴിയേണ്ടി വന്നാൽ വിസ ക്യാൻസലായവരും നിരവധിയാണ്. ഇതുകൂടാതെ യാത്രാവിലക്ക് കാരണം അധ്യാപകർക്ക് കുവൈറ്റിൽ തിരികെ എത്താൻ കഴിയാതിരുന്നത് കാരണം അധ്യാപക ക്ഷാമം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നിലവിൽ കുവൈറ്റിലുള്ളവരിൽ നിന്ന് ലഭ്യമായവരെല്ലാം കഴിഞ്ഞ മാസം തന്നെ റിക്രൂട്ട് ചെയ്തിരുന്നു. എന്നാൽ ചില പ്രത്യേക വിഷയങ്ങളിൽ യോഗ്യരായ അധ്യാപകരെ ലഭിക്കാത്തതിനാൽ അവർക്ക് മാത്രം വിസ പുതുക്കി നൽകി തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. സർക്കാർ സ്വകാര്യ മേഖലകളിൽ നിന്ന് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ വിട്ടുപോയത് രാജ്യത്തെ നിർമ്മാണ പദ്ധതികളെ സാരമായി ബാധിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. കോവിഡ് പ്രതിസന്ധി ആരംഭിച്ച ശേഷം രാജ്യത്തെ വൻകിട നിർമ്മാണ പദ്ധതികളിൽ 12%-ലേറെയും തൊഴിലാളികളെ കിട്ടാനില്ലാത്തത് കാരണം റദ്ദായതായി ഗ്ലോബൽ കൺസ്ട്രക്ഷൻ മോണിറ്റർ റിപ്പോർട്ട് വ്യക്തമാക്കി. തൊഴിലാളി ക്ഷാമം കാരണം ആഭ്യന്തരം, ആരോഗ്യം, ഔക്കാഫ്, വാണിജ്യ വ്യവസായം, നീതിന്യായം, വിദ്യാഭ്യാസം തുടങ്ങിയ സർക്കാർ വകുപ്പുകൾക്ക് കീഴിലെ നിരവധി പദ്ധതികൾ പാതി വഴിയിലാണ്. ഏറ്റെടുത്ത കരാറുകൾ നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാതിരുന്നാൽ കമ്പനികൾ പിഴ അടയ്ക്കേണ്ടി വരും. ഈ സാഹചര്യത്തിൽ കനത്ത നഷ്ടമുണ്ടാകുമെന്ന ആശങ്കയിലാണ് പല കമ്പനികളും. തൊഴിലാളികളുടെ എണ്ണത്തിൽ 50% വരെ കുറവുണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ചില പദ്ധതികൾ 10% പോലും പൂർത്തീകരിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.